എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വണ്ടി കാണാൻ വന്നിരിക്കുകയാണ്. യമഹയുടെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. MT-15 ആണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്ന വണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വണ്ടി നമുക്ക് താഴ്ത്തിട്ട് ഇറക്കിയിട്ട് വേണം ഇത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഷോറൂമിൽ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ലുക്ക് വരുന്നത്. ഇത് നേക്കഡ് സീരീസിൽ വരുന്ന ഒരു ബൈക്കാണ്. സ്പോർട്സ് ബൈക്ക്, ഒരു നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടി സ്ട്രീറ്റ് ബൈക്കാക്കി മാറ്റിയതാണ് MT-15 വരുന്നത്. ഇത് വേർഷൻ 2 ആണ് വരുന്നത്. ഇതിൻ്റെ പിൻഭാഗം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ സാധിക്കും. ഇത് ഒരു പക്ക നമ്മുടെ ഒരു സ്ട്രീറ്റ് ബൈക്ക് യൂസിന് വേണ്ടിയിട്ട് ശരിക്കും കമ്പനി മാറ്റി വന്നിരിക്കുന്നതാണ് ഈ MT-15. ഇതിൽ 3 വേരിയൻസിലായിട്ട് 8 കളർ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള സീൻ തന്നെ നമുക്ക് ആദ്യമേ കണ്ടു തുടങ്ങാം. ഫ്രണ്ടിലാണ് വരുന്ന 2 എണ്ണം വരുന്നത് DRL ആണ് വരുന്നത്. ഇഗ്നിഷൻ തിരിച്ചു കഴിഞ്ഞാൽ അത് ഓൾ ടൈം കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അലൈൻ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സ് ഇത് വരുന്നത് സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് 37 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് മോണോഷോക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നല്ല ഒരുവിധം ബ്രേക്കിംഗ് ആണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം സസ്പെൻഷൻ ഒരു ഘടകമാണ് ബ്രേക്കിങ്ങിൽ. പെട്ടെന്നൊന്നും ഫ്രണ്ടിലോട്ട് വന്ന് ഒരു ലോക്കാവുന്ന പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല 282 mm ഫ്രണ്ട് ഡിസ്ക് വിത്ത് എന്താ പറയുക 2 പിസ്റ്റണുള്ള കാലിപ്പറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 282 mm ആണ്. പിന്നിലോട്ട് പോവുകയാണെങ്കിൽ 220 mm ഒരു പിസ്റ്റണുള്ള ഒരു കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ബ്രേക്കിംഗ് എബിലിറ്റി ഇച്ചിരി കൂടുതലാണ്. മാത്രമല്ല ABS ആണ് വണ്ടി വരുന്നത്. അതും ഡുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിലും ബാക്കിലും ABS ആണ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. MT-15 വരുന്നത് 155 cc എൻജിനുമായിട്ടാണ് വരുന്നത്. മാത്രമല്ല SOHC, അതായത് സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ്, അങ്ങനെ എന്തുകൊണ്ട് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. 4 വാൽവാണ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. പിന്നെ വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ, അതാണ് VVA വരുന്നത്. ഇത് R15ൻ്റെ സെയിം ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ അത് തന്നെയാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഔട്ട്പുട്ട്, അതായത് നമുക്ക് പവർ ഔട്ട്പുട്ടൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18.1 bhpയിൽ 10,000 RPM പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ടോർക്കാണെങ്കിൽ 14.1 Nm ടോർക്കിൽ 7,500 RPM ഇതിൽ കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കമ്പനി എടുത്ത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അസിസ്റ്റൻ്റ് ക്ലച്ചാണ് വരുന്നത്. മറ്റേ സ്ലിപ്പർ അസിസ്റ്റൻറ്റ് ക്ലച്ച് മെക്കാനിസമാണ് വരുന്നത്. അതുകൊണ്ട് ക്ലച്ച് പിടിക്കണമെന്നൊന്നുമില്ല. ഗിയർ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് കുറച്ച് ബെറ്ററാണ്. അപ്പോൾ കറക്റ്റ് ആക്സലറേഷനും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഇതിൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഒരു സ്ട്രീറ്റ് ബൈക്കിൻ്റെ രൂപത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി കമ്പനി നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ലൈറ്റ് കണ്ടില്ലേ, ഇവിടെ വരുന്ന ഈ ലൈറ്റ് നമ്മുടെ നമ്പർ പ്ലേറ്റുമുള്ള ലൈറ്റാണ്. പുറകിലും കൊടുത്തിരിക്കുന്നത് LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ബാക്കിലും മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 37 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കൊടുത്തെങ്കിൽ ബാക്കിൽ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഒരുവിധം നല്ലൊരു മൂവിങ് തന്നെ ഉണ്ട്. മാത്രമല്ല സസ്പെൻഷൻ ഒരു ബ്രേക്കിങ്ങിൽ ഒരു പ്രത്യേക ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ട് ഡിസ്ക് പിടിക്കുന്ന സമയത്ത് ഡിസ്ക് പോയിട്ട് സസ്പെൻഷൻ മൂവിങ് ഇല്ലെങ്കിൽ ജസ്റ്റ് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഹമ്പ് ചാടുമ്പോഴൊക്കെ ഒരു പ്രത്യേക കമ്പനിയുടെ ബൈക്ക്, ഉദാഹരണം പൾസർ കൂടുതൽ ആക്സിഡൻ്റ് ആവുന്നത് ഹമ്പ് ചാടുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുട് പെഡലൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. റബ്ബർ അല്ല, മെറ്റൽ തന്നെയാണ്. ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. 100/80 സെക്ഷൻ ഫ്രണ്ട് ടയറും 140/70 റിയർ ടയറുമാണ്. നമുക്ക് ബാക്കിൽ ടയറും വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. 10 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 141 കിലോഗ്രാം ആണ് ഇതിൻ്റെ ഭാരം വരുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷോക്ക് അബ്സോർബറിൻ്റെ മൂവിങ്ങിന് മറ്റൊരു ദോഷവശവും കൂടി ഉണ്ട്. കാരണം ഇതിൻ്റെ സീല് ഇപ്പോൾ നമ്മൾ ഓവറായിട്ട് ഇപ്പോൾ ചിലർക്കൊരു പരിപാടി ഉണ്ടല്ലോ, ഡിസ്ക് പിടിച്ചിട്ട് ഫ്രണ്ട് ഇങ്ങനെ കുത്തി കളിക്കുന്നത്, ഫ്രണ്ട് ഇങ്ങനെ ഒരു കുത്തുന്ന പരിപാടി ഉണ്ട്, സീല് പൊട്ടാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ഡിസ്പ്ലേ ഉള്ള ഒരു മീറ്ററാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന് കളർ മീറ്റർ നമ്മൾ മോട്ടോ GPയിൽ വരുന്നുണ്ട്. നമ്മുടെ R15 ഉള്ള പോലത്തെ മീറ്റർ സിസ്റ്റമാണ് മോട്ടോ GPയിലൊക്കെ വരുന്നത്. എൻ്റെ അറിവ് അതാണ് കേട്ടോ, അതിനൊന്നും കൺഫേം ചെയ്തിട്ടില്ല. ഇത് കൂടാതെ ഈ മീറ്ററിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. മാത്രമല്ല ആ ബഡ്ഡിന്ന് എഴുതി കണ്ടില്ല, അവിടെ നമ്മുടെ പേര് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ വലിയ പേരൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഒരുവിധം വലിയ പേരൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചെറിയ പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നിക് നെയിം ആയാലും ആഡ് ചെയ്യാം. ആക്സിലേറ്റർ കേബിൾ വരുന്നത് 2 കേബിളും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് കുറച്ച് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ലിപ്പർ അസിസ്റ്റൻറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ശരിക്കും ഗിയർ ഡൗൺ ചെയ്യാനല്ല അത് ഉപയോഗിക്കുന്നത്, അപ്പ് ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ആക്സിലറേഷൻ ആണെങ്കിൽ നമുക്ക് ഗിയർ ഇട്ട് അങ്ങോട്ട് പോവാം. നമ്മുടെ ഈ MT15 വരുന്നത് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് വരുന്നത്. ഇതിലൊരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ കമ്പനി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടുമിക്കാറും ബ്ലൂടൂത്ത് മൊഡ്യൂൾ മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ അല്ലെങ്കിൽ മലേഷ്യ ആയിരിക്കുള്ളൂ, ഇന്ത്യ മെയ്ഡ് അല്ലത്. ഇത് സ്മാർട്ട് ഫോണുമായിട്ട് നമുക്ക് ഒരു ആപ്പ് ത്രൂ കണക്ട് ചെയ്യാൻ സാധിക്കും. അത് ജസ്റ്റ് വണ്ടിയിൽ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ്, ഇപ്പോൾ യമഹയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യമഹ കണക്റ്റാണ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ പ്ലസ് ഈ ചേസസ് നമ്പർ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ. അപ്പോൾ ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷൻ, പിന്നെ വണ്ടിയുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്കറിയാൻ പറ്റും. മാത്രമല്ല കോള് വന്നാൽ നമുക്ക് നമ്മുടെ മീറ്റർ കൺസോളിൽ അറിയാൻ പറ്റും. കോള്, SMS, ഇമെയിൽ നോട്ടിഫിക്കേഷൻ, ബാറ്ററി, അതായത് ഫോണിൻ്റെ ബാറ്ററി ലെവല്, കാര്യങ്ങളെല്ലാം ഈ LED കൺസോൾ മുഖാന്തരം നമുക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല ഫ്യൂവൽ എക്കണോമി നമുക്കറിയാൻ സാധിക്കും. എത്ര കിട്ടി, ലാസ്റ്റ് റൈഡിൽ നമുക്ക് എത്ര കിട്ടി, കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ MT15 വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കമ്പനി വരുത്തിയിട്ടില്ല. കാര്യങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക വൃത്തിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഇറങ്ങിയതിൽ നിന്നും മെയിനായിട്ടുള്ള വ്യത്യാസം വൈസറും കാര്യങ്ങളൊക്കെയാണ്. വൈസറിൻ്റെ ഏരിയ ഒക്കെ ഒന്നും കൂടി ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ കളേഴ്സ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് കളർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 8 കളറാണ് മെയിൻ വരുന്നത്. അതിൻ്റെ അകത്ത് സിയാൻ സ്റ്റോം എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്, അത് ഡീലക്സിലാണ് വരുന്നത്. ഡാർക്ക് മെറ്റാലിക് ബ്ലൂ ഉണ്ട്, മെറ്റാലിക് ബ്ലാക്ക്, സൈബർ ഗ്രീൻ, അതും DLXലാണ് വരുന്നത്. ഐസ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു കളർ വരുന്നുണ്ട്, അത് നമുക്കിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ ഇത് വരുന്നത് സിയാനാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വണ്ടി സിയാനാണ് വരുന്നത്. പിന്നെ റേസിംഗ് ബ്ലൂ DLX വരുന്നുണ്ട്, മെറ്റാലിക് ബ്ലാക്ക് DLXൽ വരുന്നുണ്ട്. പിന്നെ മോൺസ്റ്റർ എനർജി, നമ്മുടെ ഈ മോൺസ്റ്റർ ഡ്രിങ്ക് ഇല്ല, അതൊന്നും കാണുമല്ലോ, 3 വര, അതേപോലെ അതാണ് മോട്ടോ GPയിൽ വരുന്ന എഡിഷൻ കേട്ടോ. അപ്പോൾ അതിലെന്തോ ഒറ്റ കളർ എന്തോ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഇത് എതിരിട്ട് നിൽക്കുന്നത് KTM-ആയിട്ടാണ്. KTM 125, TVS Apache RTR 200 4 വാൽവ്, പിന്നെ ഹോണ്ടയുടെ ഹോണ്ടറ്റ് ഇപ്പോൾ ട്രെൻഡിങ് മോഡലാണോ എനിക്ക് ഉറപ്പില്ല. പിന്നെ ബജാജ് പൾസർ N250, ഇതിനായിട്ടൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ MT15 മുട്ടി നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും എന്താ പറയുക, കുറച്ചും കൂടി സെയിൽ കാര്യങ്ങളായിട്ട് കൂടുതലുള്ള വണ്ടി MT15 തന്നെയാണ്. 155 cc എൻജിനിലാണെങ്കിലും ഒരുവിധം അതിലും കൂടുതൽ പെർഫോമൻസ് നൽകാൻ സാധിക്കുന്നുണ്ട്. മോണോ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ബാക്കിൽ വണ്ടി എടുത്ത വഴി നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ബാക്കിൽ മോണോ ഷോക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കമ്പനി വരുന്ന രീതിയിലല്ല, ആദ്യം അത് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് സ്റ്റിഫായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. കാരണം കമ്പനി വരുന്ന മിക്കതും ടോപ്പിലിട്ടിട്ടായിരിക്കും വരാം. ടോപ്പിലിടുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ യൂസുള്ള ടൈമിൽ ബാക്ക് ഭാഗം കുറച്ച് പൊന്തിരിക്കുന്നത് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, കുറച്ചൊന്ന് തെറിച്ച് നിൽക്കുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ബാക്കിൽ ആളധികം കയറില്ല, അല്ലെങ്കിൽ വെയിറ്റ് കുറവുള്ള ആളാണ് കയറുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും വണ്ടി എടുക്കുന്ന ആളാണെങ്കിൽ ബാക്കിലെ സസ്പെൻഷൻ ഒന്ന് കുറച്ചിടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി ഒക്കെ ബെറ്റർ ക്വാളിറ്റിയാണ്. ഇപ്പോൾ 155 cc തരുന്ന, ഇപ്പോൾ ഇത്രയും 18
BHP എന്താ പറയുക പവർ വരുന്ന വണ്ടി തരുന്ന മൈലേജ് അല്ല. എന്തായാലും 50-55 ഹൈവേ റൈഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ മൈലേജ് പറഞ്ഞിട്ട് അത് ഉറപ്പില്ലാത്തതിൻ്റെ പേരിൽ മാത്രം നമ്മളത് പറയുന്നില്ല. എക്സലൻ്റ് സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റിംഗ് പൊസിഷൻ പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല. നമുക്ക് നടുവേദന വരാത്ത രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഫിറ്റ്മെൻ്റ് എല്ലാം പക്ക അളവിലാണ്. ഒന്നും എവിടെയും പ്രൊജക്റ്റ് ചെയ്യോ അളവിൽ വ്യത്യാസം ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹാൻഡിലിംഗ് ആണെങ്കിൽ സിറ്റി റൈഡിന് പറ്റിയ വണ്ടിയാണ്. നല്ല ഹാൻഡിലിംഗ് ആണ്. നമുക്ക് ഏതൊരു ട്രാഫിക്കിലൂടെ നമുക്ക് കട്ടിങ്സ് അടിച്ച് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ വണ്ടി കാണാൻ പോയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. ലാസ്റ്റ് ചെയ്തത് റേസഡാറിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് MT-15 വീഡിയോ ചെയ്തത്. നിങ്ങളൊരു സ്പോർട്സ് ബൈക്ക് സ്ട്രീറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്പോർട്സ് ബൈക്കാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ബെറ്റർ ചോയ്സാണ് MT-15. ഇത് വിട്ടൊരു ചോയ്സ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം മൈലേജ്, ഡ്യൂറബിലിറ്റി, പിന്നെ വണ്ടിയുടെ കംഫർട്ട്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, പുറകിലെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി ഉപയോഗിക്കാവൂ. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.